എബ്രഹാം ഖുറൈഷി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എനിക്ക് മോഹൻലാൽ ഒരു ഫാൻസി ഡ്രസ്സ് ചെയ്ത് മോഹൻലാലിനെ കൊണ്ട് നിർത്തി ആ ഒരു ഫീലാണ് കിട്ടിയത്. ഇതൊക്കെ കാണിച്ച് ആരെയോ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്ത പോലെ ഒരു സിനിമ. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർ ഇതെല്ലാം മറന്നു തുടങ്ങുമ്പം ഒരു സിനിമയെടുത്ത് അതിനെ ഈ പറഞ്ഞ പോലെ ഉണങ്ങി തുടങ്ങിയ മുറിവിനെ ഒന്ന് മുറിച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കുറച്ച് നല്ല ബോധവും വിവരമുള്ളവരാണ്ടാണ് ഈ പറഞ്ഞ ഈ വിവാദമൊന്നും ഏറ്റെടുക്കാതെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെയും കേരളം ഭരിക്കുന്ന പാർട്ടിയും ഒരു വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തേരാപ്പാര നടക്കുന്ന ഈ വിദേശികൾ ആരെങ്കിലും കൊണ്ടുവച്ച് അഭിനയം അറിയാമെന്നുള്ള ആരെങ്കിലും കൊണ്ട് അഭിനയിപ്പിച്ചാലും മതിയായിരുന്നു. ദയവ് ചെയ്ത് എന്നൊരു മൂന്നാം ഭാഗം ഇറക്കരുത്. നല്ല സിനിമ, നെഗറ്റീവ് ഒന്നും പറയണ്ട. നല്ല പടം. എമ്പുരാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ ഇറങ്ങും മുമ്പേ തള്ളി മറിച്ച പോലത്തെ ഒന്നുമില്ല. പിന്നെ ലൂസിഫറും എമ്പുരാനും ലൂസിഫർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും കണ്ടുമ്പോൾ ലൂസിഫറാണ് എനിക്ക് കുറേ കൂടെ ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈ എമ്പുരാനിലെ ഒരു മോഹൻലാൽ ചെയ്ത സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ആ കഥാപാത്രത്തെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ പറഞ്ഞ പോലെ എബ്രഹാം ഖുറൈഷി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എനിക്ക് മോഹൻലാൽ ഒരു ഫാൻസി ഡ്രസ്സ് ചെയ്ത് മോഹൻലാലിനെ കൊണ്ട് നിർത്തി ആ ഒരു ഫീലാണ് കിട്ടിയത്. എനിക്ക് അതിൽ ആ കഥാപാത്രം എനിക്ക് ഒട്ടും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ കുറേ എനിക്കൊന്നും ഒരു പ്രത്യേക സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുത്തതുപോലെ തോന്നി. എന്ന് പറയുമ്പോൾ ഗുജറാത്ത് കലാപം ഇതൊക്കെ കാണിച്ച് ആരെയോ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്ത പോലെ ഒരു സിനിമ. പിന്നെ നമ്മൾ ഈ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്ത ഒരു സംഭവം. ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഒരു രാജ്യത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചത്. ആൾക്കാർ ഇതെല്ലാം മറന്നു തുടങ്ങുമ്പം ഒരു സിനിമയെടുത്ത് അതിനെ ഈ പറഞ്ഞ പോലെ ഉണങ്ങി തുടങ്ങിയ മുറിവിനെ ഒന്ന് മുറിച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി വാരി വിതറുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ആ സമുദായത്തിലുള്ളവരെ ഒരുപാട് ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്താണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ കുറേ വിവാദങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ വിവാദം സൃഷ്ടിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാക്കി സിനിമ കാണാൻ ആളെ കയറ്റാനുള്ള ഒരു കച്ചവട തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. അല്ലാതെ ഒരിക്കലും ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ അതിനെ ആ രീതിയിലൊന്നും എടുക്കത്തില്ല. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കുറച്ച് നല്ല ബോധവും വിവരമുള്ളവരാണ്ടാണ് ഈ പറഞ്ഞ ഈ വിവാദമൊന്നും ഏറ്റെടുക്കാതെ അവർ സിനിമ നോർമലായിട്ട് ഓടുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വേറെ വല്ലതായാലും ഇത് കത്തും. പിന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് BJP വിരുദ്ധത. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെയും കേരളം ഭരിക്കുന്ന പാർട്ടിയും ഒരു വിമർശിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ സെൻസർ ബോർഡിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനീസാണ് സെൻസറിങ്ങിൽ ഇരിക്കുന്നത്. പക്ഷേ അവരൊന്നും യാതൊന്നും കട്ട് ചെയ്യാതെ വളരെ എല്ലാം പച്ചയ്ക്ക് ഈ സിനിമയിലോട്ട് അങ്ങ് കാണിക്കുകയാണ്. അപ്പോൾ അത് അവർക്കൊന്നും അറിഞ്ഞുകൂടാത്തതല്ല, ഈ പറഞ്ഞ പോലെ അവരറിഞ്ഞുകൊണ്ട് കാരണം അതിലെന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സിനിമയെ തടഞ്ഞു വയ്ക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ അത് പരസ്യം കൂടും, ആളെ കയറ്റും. അതുകൊണ്ട് എനിക്കൊന്നും അവർ അറിഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാതെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതായിരിക്കാം. പിന്നെ ഈ സിനിമയുടെ പ്രവർത്തകരും ചിലപ്പം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഈ സെൻസറിങ് സമയത്ത് എന്തെങ്കിലും കട്ട് വീഴുമെന്നുള്ള. അത് നടന്നില്ല, അവരുടെ ഉദ്ദേശവും നടന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഗുജറാത്തിൻ്റെ കാര്യം പറഞ്ഞും ഈ പറഞ്ഞ പോലെ കേരള ഫയൽസ് എന്ന് പറയുന്ന ആ സിനിമയുടെ കാര്യം കുത്തിപ്പൊക്കിയും അല്ല, ഇതിൻ്റെ ഒരു വിപണന തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഒരു വിപണന തന്ത്രമായിട്ട് ഇറക്കിയിട്ടുള്ളതായിട്ടാണ് ഒരു ഫീൽ ചെയ്തത്. ഈ പറഞ്ഞ പോലെ മോഹൻലാലിനെ ഒരു സൈഡിൽ ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ വിദേശ താരങ്ങളെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഏതിനാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അതിൽ ആഫ്രിക്കക്കാരെ കാണിക്കുന്നുണ്ട്, ഇംഗ്ലീഷുകാരെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ കോവളത്തും ഫോർട്ട് കൊച്ചിയിലും വർക്കലയൊക്കെ പോയി ഒരുപാട് സായിപ്പന്മാരെയും ഈ പറഞ്ഞ പോലെ ആഫ്രിക്കക്കാരെയൊക്കെ കിട്ടും. അവരാരെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ഈ സിനിമയുടെ ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഈ പറയുമല്ലോ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വിദേശത്തു നിന്നൊക്കെ താരങ്ങളെ എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നു? ഇവർ വിദേശ താരങ്ങളാണെന്ന് പോലും നമുക്കറിയാം. ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ വിദേശികളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആഫ്രിക്കൻ താരമായാലും പിന്നെ ചൈനീസ് താരം ഇതൊക്കെ ഹോളിവുഡ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ നമ്മുടെ ഈ നാട്ടിൽ
കിടക്കുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇത് വിദേശ ഹോളിവുഡ് സിനിമയിൽ ഇറങ്ങിയ ആളാണോ ഒന്നും അറിയത്തില്ല. അതൊക്കെ പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ തേരാപ്പാര നടക്കുന്ന ഈ വിദേശികൾ ആരെങ്കിലും കൊണ്ടുവച്ച് അഭിനയിപ്പിച്ച് അഭിനയം അറിയാമെന്നുള്ള ആരെങ്കിലും കൊണ്ട് അഭിനയിപ്പിച്ചാലും മതിയായിരുന്നു. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കോടിക്കണക്കിന് രൂപ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാതെ ഇത് പിന്നെ ആകപ്പാടെ എനിക്കൊരു അപേക്ഷ പൃഥ്വിരാജിനോടുള്ളത് ദയവ് ചെയ്ത് എന്നൊരു 3-ാം ഭാഗം ഇറക്കരുത് എന്നുള്ളതാണ്. അഥവാ ഇറക്കുന്നുണ്ടെങ്കിൽ ലാലേട്ടനെ ഈ പറഞ്ഞ പോലെ ഒരു കോമാളി വേഷം കെട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിലോട്ട് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ മലയാളത്തിലെ ഒരു ഇതിനെക്കാട്ടിയും വലിയ സിനിമകളൊക്കെ നമ്മളെ ബോളിവുഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഹിന്ദിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ തള്ളിയതുപോലുള്ള ഒന്നുമില്ല. പിന്നെ ലൂസിഫറിനെ ഇതിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ തുടക്കം മുതൽ ഒടുക്കം വരെ ലൂസിഫറിൻ്റെ ഒരു സ്ഥലത്ത് നമുക്കൊരു ലാഗിങ് വരില്ല. നമ്മൾ അതിൽ ഫുള്ളങ്ങ് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പക്ഷേ ഈ സിനിമയിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഞാനൊരു 10-15 മിനിറ്റോളം അതിനകത്തിരുന്ന് ഉറങ്ങി. എൻ്റെ അപ്പുറത്ത് നിന്ന് പയ്യന്മാർ ഉറക്കം വലിച്ചുറക്കായിരുന്നു. പിന്നെ ഈ മോഹൻലാൽ വന്നപ്പോൾ ഞാൻ അവന്മാരെ 2 തട്ടും കൊടുത്ത് മോഹൻലാൽ വന്നിട്ടുണ്ട് എന്നുള്ള അങ്ങനെ അവരെ ഉണർത്തായിരുന്നു. പിന്നെ മോഹൻലാലിൻ്റെ ആ ഒരു ഇൻട്രോ സീൻ അത് എങ്കിലും കുറേ കൂടെ അങ്ങ് കൊഴിപ്പിക്കായിരുന്നു. പക്ഷേ അതും ചെയ്തിട്ടില്ല. എനിക്ക് അത് ഭയങ്കര സങ്കടം തോന്നി. ആ മോഹൻലാലിൻ്റെ ആ ഇൻട്രോ സീന് കുറേ ആചാനുബാഹുക്കളായിട്ടുള്ള കുറേ വിദേശികളുടെ കൂടെ അദ്ദേഹം നടന്നു വരുമ്പോൾ എനിക്കൊരു വയ്യ നടന്നു വരുന്ന ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ ഇതിൽ മറ്റേതിലെ പോലെ ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മഞ്ജു വാര്യൻ്റെ പെർഫോമൻസ് ഒക്കെ പറയണം. പിന്നെ രണ്ടും കൂടെ നോക്കുമ്പോൾ ഞാൻ മറ്റേതിന് ഒരു 10 മാർക്ക് കൊടുക്കണമെങ്കിൽ ഇതിന് 10-ന് 3 മാർക്കേ കൊടുക്കുള്ളൂ ഈ സിനിമയ്ക്ക്.